അപ്പോ എൻ്റെ പേര് ഹേമന്ത് കുമാർ. ഞാൻ RCMൽ റൂബി എന്ന പൊസിഷനിലിരിക്കുന്നു. ഇപ്പോൾ റൈസിംഗ് കോർ എന്ന് പറയുന്ന ഒരു പദവിയും കൊണ്ട് എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്. അപ്പം ഒരു 18 വർഷമായി RCM ജീവിക്കുന്നു. RCM എന്ത് തരുമെന്ന് എന്നോട് ഒരു പുതിയ വ്യക്തി ചോദിക്കുകയാണ്, എന്നെ തടഞ്ഞെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ RCM ചെയ്യുന്നുണ്ട്, എന്ത് തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, RCM എല്ലാം തരുമെന്നുള്ള ഉത്തരം. അതെങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നേടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. നമുക്കറിയാം RCMല് 21 സ്റ്റെപ്പുകൾ 2 തരത്തിലുണ്ട് അല്ലെ. 21 സ്റ്റെപ്പുകൾ 2 തരത്തിലുണ്ട്. നമ്മുടെ പിൻ ലെവലുകൾ അതൊരു 21 നമ്മൾ പാലിക്കേണ്ട അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 21 സ്റ്റെപ്പുകൾ, രണ്ടും 21. അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും, ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നതിൽ പുതിയ ആളുകൾ ഉണ്ടാകാൻ വളരെ കുറവായിരിക്കും. ധാരാളം ആളുകൾ പഴയ ആൾക്കാരായിരിക്കും. RCM എന്താണെന്നും RCMന്റെ സാധ്യത എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയ വ്യക്തികൾ തന്നെയാണ് ഇതിലിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും, ഒരു സംശയവുമില്ല. പക്ഷേ നമുക്ക് ഒരു വലിയ തലത്തിലേക്ക് എത്തണം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നത്, പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ RCMൽ വന്നിട്ട് 4 കൊല്ലമായി 8 കൊല്ലമായി 10 കൊല്ലമായി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഗുഡ്, നല്ല കാര്യം തന്നെ. പക്ഷെ RCM എന്ന് പറയുന്ന ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തിയും കൊണ്ട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം ഇവിടെ വൈറ്റൽ ലെവലിൽ നമുക്കറിയാം ബിഗിനർ, സ്റ്റാർട്ടർ, അങ്ങനെ തുടങ്ങി സ്റ്റാർ ഡയമണ്ട് വരെ നമുക്ക് സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പുകൾ ഒരുപക്ഷെ ഇന്ന് ബിഗിനർ ആയിരിക്കാം, ഓപ്പണർ ആയിരിക്കാം, സ്റ്റാർ ആയിരിക്കാം. പക്ഷെ അടുത്ത ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഇതിൽ നിൽക്കുന്ന ആൾ, ഇപ്പൊ ഇതിനകത്ത് ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ടാകാം, എമറാൾഡ് അച്ചീവേഴ്സ് ഉണ്ടാകാം, സ്റ്റാർ എമറാൾഡ് എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ പിന്നുകൾ ചേഞ്ച് ചെയ്ത് അടുത്ത ഡിസംബർ 24, ഇതുപോലെ ഇന്ന് 2023 ഡിസംബർ മാസം ആണെങ്കിൽ 2024 ഡിസംബർ മാസത്തെ പറഞ്ഞയച്ച് 2025 സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര വർഷം RCMൽ ഉണ്ടായി എന്ന് പറയുന്നതല്ല അഭിമാനം. ഒരു വർഷം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒരു 50,000 വരുമാനം കിട്ടി, ഒരു ടെക്നിക്കൽ അച്ചീവർ ആയി, ഒരു എമറാൾഡ് ആയി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും അത് നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. 5 വർഷമായി RCMൽ ഉണ്ട്. നോ, അതല്ല നമുക്ക് വേണ്ടത്. ഞാനൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ടുണ്ട്, ഒരു 50,000 രൂപ വരുമാനം എനിക്ക് RCMൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്ന ആ അഭിമാനമാണ് നമുക്ക്, ആ മുഹൂർത്തമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2023 ഡിസംബർ മാസം തന്നെ ഈ 29-ാം തീയതി വരാനുള്ള കാരണം, 2023 എനിക്ക് സംസാരിക്കാൻ ഒരു സമയം കിട്ടത്തില്ല, അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇനി 2024 നമ്മൾ സംസാരിക്കേണ്ട ഒരു സൂമിൽ ഒരു പക്ഷേ. അപ്പോൾ അതെന്തായാലും ഉപയോഗപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മൂർസാണ് പറഞ്ഞ പ്രോഗ്രാം വെച്ചത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ അതേമാതിരി ഒരു പ്രോഗ്രാം വെച്ച സമയത്ത് കുറച്ച് ആൾക്കാർ കേട്ടപ്പോൾ വലിയ അഭിപ്രായം പറഞ്ഞു, മൂർസാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതും കൂടെ ഒരു കാരണമാണ്. ഓക്കെ, ഈ 8 കോർ സ്റ്റെപ്സ്. അപ്പൊ 21 സ്റ്റെപ്പ് നമുക്കറിയാം. ഏതാ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്? ഏതാ ഒന്ന് എഴുതൂ. തുടക്കം ഏതാണ്? നമ്മൾ 21 സ്റ്റെപ്പില് നമ്മള് പിൻ ലെവലില് 21 സ്റ്റെപ്പ് ഏതാ? പിൻ ലെവലില് 21 സ്റ്റെപ്പ് ആരെങ്കിലും ഒന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ എല്ലാവരും എഴുതിക്കോളൂ. ഏതാണ് പറയൂ. ബിഗിനർ. യെസ്, ബിഗിനർ ആണ് അല്ലെ. യെസ്, ബിഗിനറിൽ തുടങ്ങി നമ്മൾ എവിടെ എത്തും? അങ്ങനെ പോയി നമ്മൾ സ്റ്റാർ ഡയമണ്ട് അല്ലെ. സ്റ്റാർ ഡയമണ്ട് വരെയുള്ള പൊസിഷൻ 21 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ. എണ്ണാമെങ്കിൽ എണ്ണിക്കോളൂ. ബിഗിനറിൽ തുടങ്ങി സ്റ്റാർ ഡയമണ്ട് വരെയുള്ള പിന്നില് ആളുകൾ ഇന്നിപ്പോൾ RCMൽ ഉണ്ട്. ഓക്കെ, ഗുഡ്. ഇനി എഴുതണ്ട. ഓക്കെ, ആളുകളുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പം ബിഗിനറിന്റെ ഇൻകം നമുക്കറിയാം 1000 രൂപയാണ്. ബിഗിനറിന്റെ ഇൻകം 1000 രൂപയാണ്. സ്റ്റാർ ഡയമണ്ടിന്റെ ഇൻകം എത്രയാണ്? മിനിമം ഇൻകം എത്രയാണ്? 50 lakhs ആണ് മന്ത്ലി. അപ്പം നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് 21 പിൻ ലെവലുകളിൽ ബിഗിനർ എന്ന് പറയുന്ന പിന്നിൽ വരുന്ന ഇൻകം 1000 രൂപയാണ്. ഇനി സ്റ്റാർ ഡയമണ്ട് ആണ് 21-ാം സ്റ്റെപ്പ്. അതിൽ നിൽക്കുന്ന ആളുടെ ഇൻകം, മിനിമം ഇൻകം 50 lakhs rupees. 50 lakhs rupees മന്ത്ലി ആണ്.
അതിന് PV ഒക്കെ വേണ്ട കാര്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം സ്റ്റാർ ഡയമണ്ട് എന്ന പൊസിഷൻ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ആ ലെവൽ ആളുണ്ടോ? ഉണ്ട്. അവർ ഇൻകം മേടിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട്. അപ്പം ഏറ്റവും ടോപ്പ് പിന്നിലും ആളുണ്ട്, അവർ വരുമാനം മേടിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ യാത്ര എങ്ങോട്ടേക്കാണ്? എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? ഡിസൈഡ് ചെയ്യണം. യാത്ര എങ്ങോട്ടാണ്? അങ്ങോട്ടാണോ? സ്റ്റാർ ഡയമണ്ടിലേക്കാണോ? യെസ്, എന്റെ ലക്ഷ്യം സ്റ്റാർ ഡയമണ്ട് ആകുക എന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല. എനിക്ക് അവിടെ എത്തിയാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ, എനിക്ക് സംതൃപ്തി വരത്തുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം, അപ്പൊ നമ്മൾ വരുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ലക്ഷ്യമില്ലാതെ എവിടെയും എത്തത്തില്ല. ഇനി ആരും ചാറ്റ് ചെയ്യണ്ട, എന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ആയിപ്പോ, ആരും ചാറ്റ് ചെയ്യണ്ട പ്ലീസ്. അപ്പോ ഇനി സ്റ്റാർ ഡയമണ്ടിലേക്ക് നമ്മൾ എത്തണം. ഒരാളവിടെ ഉണ്ട്, നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുമോ? എത്താൻ വേണ്ടി പറ്റും. ഒരു സംശയം എത്താൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന പർച്ചേസ് വോളിയം നമുക്ക് കിട്ടുന്ന പർച്ചേസ് വോളിയം സെയിം ആണ്, സെയിം പ്രൊഡക്ട്സ് ആണ്, സെയിം കമ്പനിയാണ്, ഒന്നിലും മാറ്റമില്ല. ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയാൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ആ മാറ്റത്തിലേക്ക് ഞാൻ പറയുന്നത്, ഇപ്പൊ നമുക്ക് അവിടെ എത്തണമെങ്കിൽ ലക്ഷ്യം വെക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് 8 കോർ സ്റ്റെപ്സ് ആണ്. എന്താണ്? 8 കോർ സ്റ്റെപ്സ്. 8 കോർ സ്റ്റെപ്സ്. 8 കോർ സ്റ്റെപ്സ്. ഈ 8 കോർ സ്റ്റെപ്സ് ഞാൻ ഉണ്ടാക്കി പറയുന്ന കോർ സ്റ്റെപ്സ് ആണോ? അല്ല. കമ്പനിയുടെ തലമുതിർന്ന ലീഡേഴ്സ്, RCMനെ വളർത്തി വലുതാക്കിയ ലീഡേഴ്സും RCMന്റെ മഹാനായ TC ചാബ്രാജി ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, അവര് പറയുന്നതാണ് ഇങ്ങനെയാണ് RCM ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാക്കാം, വിജയിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയായ രീതി ആയിരിക്കില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമുക്കറിയാം 6 ബേസിക്സ് ഉണ്ട്, 7 കർദിനാൾ റൂൾസ് ഉണ്ട്, 8 കോർ സ്റ്റെപ്സ് ഉണ്ട്. 6 ബേസിക്സ് ഞാനിപ്പോ പറയുന്നില്ല, 7 കർദിനാളും പറയുന്നില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതും പറയുന്നില്ല. എന്റെ ഇന്നത്തെ വിഷയം 8 കോർ സ്റ്റെപ്സ് ആണ്. കാതലായ സ്റ്റെപ്പുകൾ. കാതൽ ഒരു മരത്തിന്റെ കാതൽ കണ്ടില്ലേ, ഭയങ്കര സ്ട്രോങ് ആയി. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് സക്സസ് വേണമെങ്കിൽ, നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ 8 കോർ സ്റ്റെപ്സ് പറഞ്ഞാൽ പോരാ, എഴുതി വെച്ചാൽ പോരാ, ലൈഫിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികളും, RCMൽ സക്സസ് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പാലിക്കേണ്ട, ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്ത്? 8 കോർ സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, നമ്പർ 1 പോയിന്റ് ആണ് സെറ്റ് യുവർ ഗോൾസ് എന്നാ പറയുന്നത്. SET, സെറ്റ് യുവർ ഗോൾസ് എഴുതി വെച്ചോളൂ. SET, സെറ്റ് യുവർ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യം നിർണയിക്കാനാ പറയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, യാത്ര എങ്ങോട്ടാണ്? ലക്ഷ്യം നിർണയിക്കണം. ആദ്യം ലക്ഷ്യം നിർണയിക്കണമെങ്കിൽ, ഇനി സ്റ്റാർ ഡയമണ്ട് ആകുമോ ഇല്ലേ, അതിന് നമുക്കിവിടെ വേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും RCMലുണ്ട്. RCMലുള്ള എല്ലാവർക്കും അറിയാം RCMന്റെ എന്താണ് അതിന്റെ ബാക്കപ്പ്, അല്ലെ? നമുക്കറിയാം 3 P's പറയും നമ്മൾ. കമ്പനി പ്രൊഫൈൽ പറയാറുണ്ട്, അല്ലെ? കമ്പനി പ്രൊഫൈൽ അല്ലെ? 47 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മദർ കമ്പനി, 23 വർഷമായിട്ട് അവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു. ഇന്ന് 100-ലധികം ഓൺ ഫാക്ടറി ഉണ്ട്, അല്ലെ? ഒരു ഷോപ്പിൽ തുടങ്ങിയിട്ട് മോർ ദാൻ 15,000 ഔട്ട്ലെറ്റുകൾ, ഒരു ഡിപ്പോയിൽ തുടങ്ങിയിട്ട് മോർ ദാൻ 200 ഡിപ്പോസ്, ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ട് മോർ ദാൻ 3,500 പ്രൊഡക്ട്സ്. അങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ, കമ്പനി ക്രെഡിബിലിറ്റി, വരുമാനം മേടിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകള്, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായ ലക്ഷക്കണക്കിന് ആളുകള്. ഇതെല്ലാം നമുക്ക് തീരുമാനമെടുക്കാൻ ഒരു കാരണമാണ്. ഇതെല്ലാം ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ കാരണമാണ്, അല്ലെ? വിശ്വസിക്കാനുള്ള കാരണങ്ങളാണ്. അപ്പം അവിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു തീരുമാനമെടുക്കാൻ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്പർ 1 പോയിന്റ് എന്താണ്? സെറ്റ് യുവർ ഗോൾസ്. ലക്ഷ്യം.
നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യാം. എങ്ങോട്ടാ? സ്റ്റാർ ഡയമണ്ട്. സ്റ്റാർ ഡയമണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ യാത്ര എങ്ങോട്ടാണ്? സ്റ്റാർ ഡയമണ്ടിലേക്കാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ്. ആണോ അല്ലേ? യെസ്, എഴുതി വെക്കാം. അത് നമ്മുടെ ലോങ് ടൈം ഗോളാണ്. ലോങ് ടൈം ഗോളാണ്. കുറെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു ഗോളാണത്. അതവിടെ ഇരിക്കട്ടെ, അതവിടെ സെറ്റ് ചെയ്ത് വെക്കൂ. പക്ഷേ നമുക്ക് ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗോൾ സെറ്റ് ചെയ്യണം. പടിപടിയായിട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പടിപടിയായിട്ട് നമുക്ക് കയറണമെങ്കിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഈ 2023 ഡിസംബർ മാസം 29 രാത്രി 9:30 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം ഗോൾ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം 2024 ഡിസംബർ മാസം ഞാൻ ആയിരിക്കും ആരായിരിക്കും. ഇതിൽ ഞാൻ ഓൾറെഡി വലിയ ലെവലിരിക്കുന്ന ലീഡേഴ്സിനെ പറ്റി അല്ല പറയുന്നത്. അവർക്കും അതിന്റെ മേലെ ചിന്തിക്കാം. ഇവിടെ ഒരു 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 എന്താ പറയാ, റോയൽറ്റി ലെവലിലേക്ക് ഇരിക്കുന്ന ആളുകൾ അതിന്റെ മേലെ കണ്ട നമുക്ക് പറയാം, നമുക്ക് തീരുമാനിക്കാം, അങ്ങനെയുള്ള ആളുകൾ തീരുമാനിക്കാം. മിനിമം ഒരു പേൾ അച്ചീവർ എങ്കിലും 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഞാൻ ആയിരിക്കും എന്നുള്ളൊരു സെറ്റ് എടുക്കാം, ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർ ഡയമണ്ടിലേക്ക് വരാനുള്ള ഒരു 12 മാസത്തെ, ഒരു 12 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഷോർട്ട് ടൈം ഗോൾ. 12 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഷോർട്ട് ടൈം ഗോൾ ആണ്. എന്താണ്? മിനിമം ഇന്നൊന്നുമല്ലാത്ത ആളുകളായിക്കോട്ടെ, പുതിയ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റ് ലെവൽ ആയിക്കോട്ടെ, റോയൽറ്റിക്കാരായിക്കോട്ടെ, അതിന് മുന്നേ എത്താം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഒരു ലക്ഷ്യം വെക്കാം, അതിന്റെ മുന്നേ എത്തിക്കോട്ടെ. ചില സമയത്ത് ബസ്സൊക്കെ നേരത്തെ ഓടി എത്തുമ്പോൾ, ട്രെയിൻ നേരത്തെ ഓടി എത്തുമ്പോൾ, ഫ്ലൈറ്റ് നേരത്തെ എത്തിക്കോട്ടെ. പക്ഷെ നമുക്ക് സെറ്റ് ചെയ്ത സമയം 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ മിനിമം ഒരു പേൾ അച്ചീവർ എങ്കിലും ആയിരിക്കും. എന്റെ ആഗ്രഹം, എന്നെ കേൾക്കുന്ന 400 ആളുകളുണ്ട്. ഈ 400 ആളുകളിൽ ടെക്നിക്കൽ ആകാത്ത ആളുകൾ 400 പേരും 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ ഒരു 500,000 രൂപ വരുമാനം വാങ്ങുന്ന ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് മാറണം. അങ്ങനെ നമുക്ക് പടിയായിട്ട് ഓരോ വർഷം നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്ത് ഒരു 5-6 വർഷം കൊണ്ട് നമുക്ക് എവിടെ എത്താം? സ്റ്റാർ ഡയമണ്ടിലേക്ക് എത്താം. ക്ലിയർ? അപ്പം നമ്മൾ ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്തു, എന്ത് ചെയ്തു? സ്റ്റാർ ഡയമണ്ട് ആകണം. അതിലേക്കുള്ള ഷോർട്ട് ടൈം ഗോൾ എന്താണ്? 2024 ഡിസംബർ മാസം അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കണം. ഇതൊരു തീരുമാനമാണ്, ഇതൊരു ഡിസിഷനാണ്, ഇതൊരു ലക്ഷ്യം വെക്കലാണ്. കാരണം ലക്ഷ്യമില്ലാതെ നമുക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റത്തില്ല. ലക്ഷ്യം, എല്ലാ കാര്യത്തിനും ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇപ്പോ ഞാനൊരു ഒരു 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 എന്റെ മനസ്സിൽ അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം അത് ശരിയാണോ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില അമ്മമാരും അച്ഛന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു, പക്ഷെ മകളുടെ കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 10 കാശുണ്ടായിരുന്നില്ല. പക്ഷെ വിചാരിച്ചതിലും ഭംഗിയായിട്ട് മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഒന്ന് തലകുലിക്കാൻ മതി. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താ അതിന്റെ കാരണം? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്നാണോ മകളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം കുറിച്ചത്, ആ നിമിഷം മുതൽ ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ, അതല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ എന്റെ മകളുടെ കല്യാണം ഭംഗിയാക്കി നടത്തിത്തരണേ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ശരിയല്ലേ? എന്താണ്? ആ കല്യാണത്തിന്റെ ഡേറ്റും സമയവും ഒക്കെ കുറിച്ച ആ നിമിഷം, ആ സെക്കൻഡിൽ, ഓൺ ദ സ്പോട്ടില്, പിന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ എന്താണ്? ഊണിലും ഉറക്കത്തിൽ എന്താണ്? ദൈവമേ, എന്റെ മകളുടെ കല്യാണം ഭംഗിയായി നടത്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവരുടെ. അങ്ങനെ പ്രാർത്ഥിക്കും, കഠിനമായ പ്രാർത്ഥനയാണ്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭംഗിയായി നടന്നു അല്ലെ? അതെ, ഭംഗിയായി നടന്നു. എന്റെ കയ്യിൽ കാശില്ല, പക്ഷെ കല്യാണം വിചാരിച്ചിട്ട് ഭംഗിയായി നടന്നു. എന്താ അതിന്റെ കാരണം? ആ ഒരു തീരുമാനം, ആ ഒരു ലക്ഷ്യം വെച്ചു, മകളുടെ കല്യാണം ഭംഗിയായി നടത്തണം. അപ്പൊ മനസ്സിങ്ങനെ ശരിക്കിങ്ങനെ മനസ്സിലിങ്ങനെ കിടന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. മനസ്സ് അവരെ ഡൈവേർട്ട് വിടുകയാണ്. അങ്ങനെയാണ് സത്യത്തില് ഈ കല്യാണം ഭംഗിയായി നടന്നത്. അതുപോലെ ഞാൻ പറയുന്നത്, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം.
എന്നിട്ട് നമ്മൾ ആ ശരിക്കും തീവ്രമായ ആഗ്രഹം, എനിക്കും നേടണം, എനിക്കും എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ള തീരുമാനം, ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട്, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഉറപ്പായിട്ടും പ്രകൃതി പോലും നമുക്ക് അനുകൂലമാകും. 100%. നിങ്ങൾ ശ്രദ്ധിച്ചോളേണ്ടി. പക്ഷെ തീരുമാനമെടുക്കണം. തീരുമാനമെടുത്താൽ മാത്രം പോരാ, ആക്ഷൻ ഉണ്ടാകണം. ആക്ഷൻ. തീരുമാനമെടുത്തിട്ട് ആക്ഷനിലേക്ക് പോകുമ്പോഴേ ആ തീരുമാനത്തിന് ജീവൻ വെക്കുള്ളൂ എന്നാ പറയുന്നത്. എന്താണ്? തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് ജീവൻ വെക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ജീവൻ വെക്കുന്നില്ല അതിന്. ഞാൻ പറഞ്ഞത് മനസ്സിലാകണ്ടോ? നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്ത് കാര്യമില്ല, ആക്ഷൻ വരണം. ആ ആക്ഷൻ വരുമ്പോഴാണ് ആ തീരുമാനത്തിന് ജീവൻ വെക്കുന്നത്. ജീവൻ കൊടുക്കണ്ടേ? ജീവൻ കൊടുത്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഗോൾ സെറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഗോൾ സെറ്റ് ചെയ്ത് വെക്കിയ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്, ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഈ ഗോൾ ഒരിക്കലും നിങ്ങളെ തലയിൽ കൊണ്ട് നടക്കരുത്. പ്ലീസ്, തലയിൽ ചുമക്കരുത്. വേണം, പക്ഷെ തലയിൽ ഭയങ്കര ഭാരമായിട്ട് കൊണ്ട് നടക്കരുത്. കാരണം നമ്മൾ വലിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത് ഒരു പക്ഷേ നാളെ രാവിലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ, വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഇതിനെ ഈ ഒരു തീരുമാനത്തെ ഓവർകം ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂ മനുഷ്യന് വരുമ്പോൾ, നമ്മൾ പറയാറില്ലേ ചില സമയത്ത് ഇടിത്തി പോലൊരു പ്രശ്നം എന്ന് പറയാറില്ലേ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഈ തീരുമാനത്തിന്റെ മുകളിൽ പോവും ആ പ്രശ്നം. നമ്മൾ ഈ തീരുമാനം മറന്നുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇന്നെടുക്കുന്ന തീരുമാനം എന്തായാലും ശരി, നിങ്ങളത് ഭംഗിയായിട്ട് നല്ല രീതിയിൽ വരച്ച് എഴുതി വെക്കണം. നിങ്ങൾ എന്നും കാണുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, വീട്ടിൽ, അത് നിങ്ങൾ ടോയ്ലറ്റിലാകാം, നിങ്ങളുടെ ബെഡ്റൂമിലാകാം, നിങ്ങളുടെ ലിവിംഗ് റൂമിലാകാം, സിറ്റ് ഔട്ടിലാകാം, എന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടത്ത് നിങ്ങളുടെ തീരുമാനത്തെ ഭയങ്കര ബോൾഡായിട്ട് എഴുതി വെക്കണം. ബോൾഡായിട്ട് എഴുതി വെക്കണം. ഒരു പക്ഷേ വീട്ടുകാർ നിങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിക്കും, ഭ്രാന്തി എന്ന് വിളിക്കും. എന്ത് ഭ്രാന്താണ് കാണിക്കാൻ ചോദിക്കും. ഞാനിത് എഴുതി വെക്കാനുള്ള പറയാനുള്ള കാരണം, എഴുതി വെക്കണം. അപ്പൊ എന്താണ് എഴുതി വെക്കണം? എന്താണ്? ഞാൻ 2024 ഡിസംബർ മാസം RCM ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരിക്കും. വളരെ കളർഫുൾ ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറിൽ അത് എഴുതി ബോൾഡായിട്ട് എഴുതി വെക്കണം. എഴുതിയതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ അതിന് താഴെ ഒരു പേപ്പറിൽ എഴുതുന്നതായാലും അതിന്റെ കൂടെ നിങ്ങൾ സ്വപ്നം കാണുന്ന വാഹനത്തിന്റെ ഫോട്ടോ, ഏത് കളറാണ്, ഏത് വാഹനമാണോ നിങ്ങൾക്ക് സ്വപ്നമുള്ളത്, ആ വാഹനത്തിന്റെ ഒരു നല്ല കളർഫുൾ ഫോട്ടോ. നിങ്ങൾക്ക് ഒരുപക്ഷെ വീടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്, എങ്ങനെയുള്ള വീടാണ് താല്പര്യം, അതിന്റെ ഒരു ഫ്രണ്ട് എലവേഷൻ, അതും ഭംഗിയായിട്ട് വെക്കണം. അതുകൂടാതെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യം പിക്ചറൈസ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു വർഷത്തേക്ക് ഇളകി പോകാത്ത രീതിയിൽ എന്നും കാണുന്ന പ്രതലത്തിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കണം. ചെയ്യണം. എന്തിനത് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തീരുമാനമെടുത്ത് മനുഷ്യന്മാരാണ്, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ RCM മറക്കും, QCM മറക്കും, എല്ലാം മറന്നുപോകും. അങ്ങനെ മറക്കാൻ പാടില്ല. അപ്പൊ ഇത് കാണുമ്പോൾ, രാവിലെ, രാത്രി, ഉച്ചയ്ക്ക് ഇത് കാണുമ്പോൾ നിങ്ങളെ മൈൻഡിനെ ഈ എഴുത്തുകൾ, എന്റെ സ്വപ്നം, ഈ സ്വപ്നത്തെ എനിക്ക് യാഥാർത്ഥ്യമാക്കാനുണ്ട്, അപ്പൊ എനിക്കത് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഈ എഴുത്ത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്കൊരു ഫ്യൂവലാക്കി മാറ്റാം. ക്ലിയർ? എഴുതി വെക്കോ. ഡൺ. ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? സക്സസിന് വേണ്ടിയിട്ടാണ്. ഇതെന്താ പറയാനുള്ള കാരണം? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, ഞാൻ 10 കൊല്ലം RCM, അതല്ല 10 കൊല്ലമായിട്ട് RCM ചെയ്യുന്നല്ല, ഞാൻ ഒരു വർഷം കൊണ്ട് RCM ടെക്നിക്കൽ അച്ചീവർ ആയി. പക്ഷെ ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു, നിങ്ങൾ ടെക്നിക്കൽ അച്ചീവർ ആവാണ്ട് തീരുമാനമെടുത്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് മാത്രമേ പണം കിട്ടത്തുള്ളൂ? അല്ല. നിങ്ങൾ തീരുമാനമെടുത്തത് കൊണ്ട് നിങ്ങളുടെ A സൈഡിലും B സൈഡിലും ആരൊക്കെ വരും? സ്റ്റാർ പ്ലാറ്റിനം വരും, പ്ലാറ്റിനം വരും, അല്ലെ, റോയൽറ്റി വരും, വൈറ്റൽ വരും, സ്റ്റാർ, അങ്ങനെ ഒത്തിരി 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 ആളുകളുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്താൻ ഒരു കാരണമാകും നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഗോൾ സെറ്റിംഗ്. സുഹൃത്തുക്കളെ, നിങ്ങൾ 50,000 രൂപയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനം കൊണ്ട് കുറെ കുടുംബത്തിലേക്ക് 20,000, 30,000, 10,000, 5,000, 1,000, 500 വരുമാനം വരാനുള്ള കാരണം ആവും നിങ്ങളുടെ ഒരു തീരുമാനം.
അങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ട്. വേറെ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ അവിടെ സക്സസ് നമുക്ക് സ്വന്തമാണ് എങ്കിൽ പുറത്ത് ആർസിനൽ പുറത്ത്, പക്ഷെ ഇവിടെ നമ്മളൊരു തീരുമാനമെടുത്ത് നമ്മൾ സക്സസ്സിൽ പോകുമ്പോൾ കുറെ ആളുകളെയും കൂടെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകത്തുള്ളൂ, നമ്മൾ ചേർത്തിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അവർ രക്ഷപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ തീരുമാനം കൊണ്ട് ഒത്തിരി നേട്ടങ്ങളുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇന്ന് അപ്പൊ 2024 ഡിസംബർ മാസം നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു വലിയ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും, രക്ഷപ്പെട്ട ആളുകൾ ഒത്തിരി ഉണ്ടായിരിക്കും. ഞാൻ പറയുന്ന പിടുത്തം കിട്ടുന്നു നിങ്ങൾക്ക്? നമ്മളുള്ള ബിസിനസിന്റെ അവസരം അതാണ്. ഏറ്റവും വലിയൊരു ഞാൻ പറയാം, ലോകത്ത് ആർക്കും ലഭിക്കാത്ത, നമുക്ക് മാത്രം ലഭിച്ച ഒരു വലിയ അവസരമാണ് ആർസിഎം. നമ്മളിൽ കൂടെ വേണം ഇനി മറ്റുള്ളവർക്ക് ലഭിക്കാനിത്. ഇതിനെ മനസ്സിലാക്കാതെ പോയ ആൾക്കാരുണ്ട്, വന്നിട്ട് അറിയാതെ പോയ ആൾക്കാരുണ്ട്, അറിഞ്ഞിട്ട് മനസ്സിലാക്കാതെ പോയ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആർസിനെ മനസ്സിലാക്കിയ ആൾക്കാരാണ്, ആർസിന് നേടാൻ വന്ന ആൾക്കാരാണ്. നേട്ടം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഗോൾ സെറ്റ് ചെയ്തു. ക്ലിയർ? റെഡി?